ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല, നമ്മളൊരു ഇവൻറ്റിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബൈബിറ്റിൽ നടക്കാനായിട്ട് പോകുന്ന ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ബൈബിറ്റിൽ ഇതുവരെയായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു സമയമാണ് ഈ ഒരു ഇവൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ബൈബിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം പേജിൽ തന്നെ നമുക്ക് ആ ഒരു ഹൈഫൈ ബൈബിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. വേറെ ഒന്നുമല്ല, ബൈബിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു 5 വർഷം തികയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റിവാർഡുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ഹൈഫൈ ബൈബിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് ഹൈഫൈ ബൈബിറ്റ് 5 ഇയർ ജൂബിലി ചാമ്പ്യൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ $1 million പ്രൈസ് പൂൾ ആൻഡ് ലക്കി ഡ്രോ വിത്ത് മെഗാ പ്രൈസസ് ആണ്. ഓക്കെ, 1 million പ്രൈസ് പൂളാണ്, $1 million പ്രൈസ് പൂൾ വരുന്നത്. ആൻഡ് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് അവിടെ ഉള്ളത്, നമുക്ക് എങ്ങനെയാണ് റിവാർഡ് അവിടെ നിന്ന് കിട്ടാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമുക്കിവിടെ ജോയിൻ ആയ ടീം എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ട്രേഡിംഗ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 4 ആൻഡ് റിവാർഡ്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 26 December 26 നമുക്ക് റിവാർഡ്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് പൂൾ അപ് ടു $1 million USDT പ്രൈസ് പൂൾ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് 10,000 ടെസ്റ്റ് ടേക്കേഴ്സിന് ഒരു 10 USDT വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ലക്കി ഡ്രോ ഫ്രാങ്ക് മുള്ളർ വാച്ചൊക്കെയാണ് ലക്കി ഡ്രോയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു പേഴ്സണാലിറ്റി ബേസ്ഡ് ട്രേഡിംഗ് ടീം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിസ്കവർ യുവർ ട്രേഡിംഗ് പേഴ്സണാലിറ്റി, ജോയിൻ എ ടീം ബേസ്ഡ് ഓൺ യുവർ ട്രേഡിംഗ് പേഴ്സണാലിറ്റി ആൻഡ് ഗ്രാബ് ഫ്രം 10,000 പ്രൈസസ് ബിഫോർ ദേ ആർ ഗോൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ലൈവായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ടേക്ക് ദ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കവർ യുവർ ട്രേഡിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേജിലേക്ക് അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേക്ക് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നത് 4 ചോദ്യമാണ് ഉള്ളതെന്ന് തോന്നുന്നു. 1 out of 4 കാണിക്കുന്നുണ്ട്. ഇൻ ക്രിപ്റ്റോ ട്രേഡിംഗ് യു പ്രിഫർ ടു ട്രൈ ഡെറിവേറ്റീവ്സ് ടു ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ, ക്രിപ്റ്റോ ലോൺസ് ടു എക്സ്പാൻഡ് യുവർ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഡെറിവേറ്റീവ്സ് ടു ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ. ഓക്കെ, ആൻഡ് രണ്ടാമതായിട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിപ്റ്റോ അസെറ്റ്സ് യു വുഡ് റാദർ ട്രസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് വിത്ത് ദെയർ ബോൾഡ് പ്രഡിക്ഷൻസ്, എക്കണോമിസ്റ്റ് ക്രഞ്ചിങ് നമ്പേഴ്സ് ആൻഡ് ചാർട്ട്സ്. ഓക്കെ, നിങ്ങൾ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഞാൻ തൽക്കാലത്തേക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ പോവാണ്, ഇൻഫ്ലുവൻസേഴ്സ് വിത്ത് ദെയർ ബോൾഡ് പ്രഡിക്ഷൻസ്. മൂന്നാമതായിട്ട് ഇൻ സ്പോട്ട് ട്രേഡിംഗ് യു പ്രിഫർ ടു ഹോൾഡ് യുവർ പ്രഷ്യസ് BTC ഹണ്ട് ഫോർ yield ഓൾട്ട് കോയിൻസ്. ഓക്കെ, ഞാൻ ഓഫ് കോഴ്സ് ഞാൻ BTCയുടെ കൂടെ പോവാണ്. ആൻഡ് നാലാമതായിട്ട് വെൻ ചൂസിങ് ക്രിപ്റ്റോ ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് യുവർ മെയിൻ ഗോൾ ഈസ് ടു അച്ചീവ് financial freedom one step at a time, high yield, fast return to the moon. Of course, financial freedom one step at a time. Okay, അപ്പോൾ അനലൈസിങ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് എൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടീം ഇവിടെ കാണിക്കുന്നുണ്ട്. ജോയിൻ ദ ENFP ടീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടീം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടീം എന്നാണ് അവർ പറയുന്നത്. സോ ഞാനിതിലേക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഞാനിവിടെ ജോയിൻ ദ ENFP ടീം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചോസ് അനദർ ടീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജോയിൻ ദ ENFP ടീം ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പ്ലീസ് നോട്ട് യു വോണ്ട് ബി ഏബിൾ ടു സ്വിച്ച് ടീംസ് ആഫ്റ്റർ കൺഫർമേഷൻ. നമ്മൾ ഒരു തവണ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് മാറ്റാനായിട്ട് പറ്റില്ല. സോ അതൊരൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൺഫേം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യു ഹാവ് സക്സസ്ഫുള്ളി ജോയിൻഡ് എ ടീം. അപ്പോൾ ഞാൻ ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. യൂസ് അവതാർ നൗ എന്ന് കാണിക്കുന്നുണ്ട്. സോ യൂസ് അവതാർ നൗ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു അവതാർ സെലക്ട് ചെയ്യാം. നല്ല വൃത്തിയുള്ള അവതാർസ് ഒന്നുമില്ല, എന്തായാലും ഉള്ളത് എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഈ ഒരു അവതാർ സെലക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് സേവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സേവ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ആ പേഴ്സണാലിറ്റി ബേസ്ഡ് ട്രേഡിംഗ് ടീമിൽ എൻ്റെ ടീമിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. 8731 മെമ്പേഴ്സാണ് എൻ്റെ ടീമിലുള്ളത്. ആൻഡ് പേഴ്സണാലിറ്റി ബേസ്ഡ് ട്രേഡിംഗ് ടീമായിട്ട് നമ്മുടെ ടീമിലൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് താഴെ നമുക്ക് ഒരുപാട് മറ്റുള്ള ടീമുകളെയും കാണാനായിട്ട് പറ്റും. ഇതെല്ലാം ഓരോ ടീമുകളാണ്. ആൻഡ് പിന്നീടുള്ളത് ലക്കി ഡ്രോ ആണ്. ഓക്കെ, ലക്കി ഡ്രോയിൽ നമുക്ക് ഒരു 100 USDT വെർത്തായിട്ടുള്ള ഒരു ക്യാപ്പ് സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഫ്രാങ്ക് മുള്ളർ വാച്ച് സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. iPhone 15 സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 20 USDT ബോണസ്, 10 USDT ബോണസ്, അങ്ങനെ USDT നമുക്ക് ബോണസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്പിൻ ചെയ്യുകയാണ് വേണ്ടത്. ആൻഡ് സ്പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എവരി $3,000 ഇൻ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് വോളിയം. ഓക്കെ, 3,000 അല്ല, $30,000
ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് വോളിയം നിങ്ങൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പിൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കിട്ടുന്നതായിരിക്കും. ഈ 30,000 ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഒരു എമൗണ്ട് ഒന്നും അല്ല. നിങ്ങൾ സാധാരണയായിട്ടൊരു $100 വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രേഡിംഗ് വോളിയമാണ് ഈ $30,000 എന്ന് പറയുന്നത്. സോ അത് അത്ര വലിയൊരു സംഭവമായിട്ട് ആരും കാണണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ആ സ്പിൻ നമ്മൾ ആ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഒരു ട്രേഡിംഗ് വോളിയം, അത് നോർമലായിട്ട് നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു വോളിയം അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു പരിപാടി. ആൻഡ് പ്രൈസ് പൂളുകൾ നമുക്ക് കറണ്ട് പ്രൈസ് പൂള് $0 ആണ്. ആൻഡ് ട്രേഡിംഗ് വോളിയം കാരണം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഒരു 1 ബില്യൺ പാർട്ടിസിപ്പൻസ് ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ പ്രൈസ് പൂൾ അൺലോക്ക് ആവുള്ളൂ. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 4-ാം തീയതി ഒരു സമയമുണ്ട്, ഒരുപാട് ആളുകൾ വരാനായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അത് ആ പ്രൈസ് പൂൾ വൈകാതെ തന്നെ അത് അൺലോക്ക് ആവുന്നതായിരിക്കും. നമ്മൾ വളരെ നേരത്തെയാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അൺലോക്ക് എ ഗ്രേറ്റർ പ്രൈസ് പൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ടീം ബേസ്ഡ് നമ്മുടെ ടീം ഒരു പ്രൈസ് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഷെയർ, ആ റിവാർഡിൻ്റെ ആ ഒരു ഷെയറും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് അതൊന്ന് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, ടീം 1 ടീം 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ബൈബിറ്റ് 5th ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു പുതിയതായിട്ട് ബൈബിറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു പരിപാടിയാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഈ ബൈബിറ്റ് 5th ആനിവേഴ്സറിയിൽ ഫിയാറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് ട്രേഡ് ടു ഷെയർ 1 lakh USDT ഇൻ ബോണസസ് ടു സെലിബ്രേറ്റ് 5 years ഓഫ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, ഒരു 25 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ഇവൻറ്റ് എൻ്റെ ആവാനായിട്ട്. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ബൈബിറ്റിൽ അക്കൗണ്ട് എടുക്കാത്തവർ നമ്മുടെ റെഫർ ലിങ്ക് വഴി തന്നെ അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ ന്യൂ യൂസർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 100 ഓർ ഇക്വലൻറ്റ് വയ ഫിയാറ്റ് ഡെപ്പോസിറ്റ് 1 click buy ഓർ P2P ആൻഡ് ട്രേഡ് ഡെറിവേറ്റീവ്സ് ഓർ സ്പോട്ട് ടു ആൻഡ് 15 USDT ബോണസ്. നിങ്ങൾ ആദ്യമായിട്ടൊരു അക്കൗണ്ട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു $100 നിങ്ങളുടെ P2P വഴി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഫ്യൂച്ചേഴ്സിൽ ജസ്റ്റ് ട്രേഡ് ചെയ്യുക, നിങ്ങൾക്കൊരു 15 USDT ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബൈബിറ്റിൽ അക്കൗണ്ട് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 500 ഓർ ഇക്വലൻറ്റ് വിയ ഫിയാറ്റ് ഡെപ്പോസിറ്റ് 1 click buy ഓർ P2P ആൻഡ് ട്രേഡ് ഡെറിവേറ്റീവ്സ് ഓഫ് സ്പോട്ട് ഓഫ് എനി എമൗണ്ട് ടു ഏൺ എ 10 USDT ബോണസ്. നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു $500 ഡെപ്പോസിറ്റ് ചെയ്യുക ആൻഡ് ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുക, ഒരു 10 USDT നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ടുള്ള ആളുകൾക്കും ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ബൈബിറ്റിൻ്റെ ഫിയാറ്റ് P2P ഗിവ് അവേ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പല ക്യാമ്പയിൻസ് ഉണ്ട്, റെഫറൽ ക്യാമ്പയിൻസ് ഉണ്ട്, സ്പോർട്ട് ക്യാമ്പയിൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ബൈബിറ്റ് കാർഡ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പല ക്യാമ്പയിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഹൈഫൈ ബൈബിറ്റ് എന്ന് പറയുന്ന ബൈബിറ്റ് കണ്ടക്ട് ചെയ്യുന്ന അവരൊരു 5ാം വാർഷികം അവർ ആഘോഷിക്കുന്ന ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുക, ഒരു കുഴപ്പമില്ല, നിർബന്ധമൊന്നുമില്ല. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യേണ്ടാത്തവർക്ക് ട്രൈ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ബൈബിറ്റിൻ്റെ ഈ ഒരു ഹൈഫൈ ബൈബിറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.